പ്രചരിപ്പിക്കുന്ന പാർട്ടിയാണ്. രാജ്യത്തെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ ചുട്ടുകൊല്ലുന്നവരാണ്. വർഗീയതയാണ് BJP പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു BJPയെ പറ്റി പറഞ്ഞത്? നരേന്ദ്രമോദിയെ പറ്റി എന്തൊക്കെ പറഞ്ഞത്? നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി രാജ്യം കണ്ട ഏറ്റവും മോശപ്പെട്ട ആളാണ് എന്ന് വരെ മോദിയെ പറ്റി പറഞ്ഞു. മോദിയെ പറ്റി അന്ന് UPAയുടെ ചെയർപേഴ്സണായിരുന്ന സോണിയ പറഞ്ഞത് മരണത്തിന്റെ വ്യാപാരിയാണ് നരേന്ദ്രമോദി എന്നായിരുന്നു പറഞ്ഞത്. അല്ലെ, നരേന്ദ്രമോദി ഗുജറാത്തിൽ എല്ലാവരെയും പീഡിപ്പിക്കുകയെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായ സംഗതികളെയും നടക്കില്ല. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ. പിന്നെ 145 കോടി ജനങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് ക്രിമിനൽ പ്രവർത്തനം എല്ലായിടത്തും ഉണ്ടാകും. അത് എല്ലാ രാജ്യത്തും സംഭവിക്കുന്നു. പക്ഷേ ഭരണകൂടം എന്ന നിലയിൽ മതവർഗീയത അല്ലെങ്കിൽ വർഗീയ ലഹള അകന്നു നിന്ന ഏക 10 വർഷമാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് വർഗീയ ലഹളയില്ലാത്ത ഒരു കാലം ഉണ്ടായത്. കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ ഒരു നഗരത്തിലും വർഗീയ ലഹള ഉണ്ടായിട്ടില്ല. എന്തായാലും UPA ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ഭീകരാക്രമണം നിത്യസംഭവമായി. അല്ലെ, ഇന്ത്യയിലെ എല്ലായിടത്തും ഭീകരാക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിലെ ഒരു നഗരത്തെ പോലും ലക്ഷ്യം വെക്കാൻ അന്താരാഷ്ട്ര ഭീകരവാദികൾക്ക് സാധിച്ചിട്ടില്ല. അതിർത്തി കടന്നുള്ള തീവ്രവാദം പൂർണ്ണമായും ഇല്ലാതെയായി. ഇങ്ങനെ കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ പരിവർത്തനം ചെയ്യുകയാണ് ഉണ്ടായത്. വികസനം എന്ന് പറഞ്ഞ് അതിനെ കുറച്ച് കാണുന്നു. അതിന്റെ വികസനം എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാവരും പാലം പണിതു, റോഡ് പണിതു, തോട് പണിതു, ഇതൊക്കെയാണ് വികസനം എന്ന് പറയുന്നത്. പക്ഷെ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്ത് വികസനമല്ല നടപ്പാക്കിയത്, ഈ രാജ്യത്തെ പരിവർത്തനം ചെയ്യുകയാണ് ചെയ്തത്. അത് സാമ്പത്തികമായി പരിവർത്തനം ചെയ്തു, മാനസികമായി പരിവർത്തനം ചെയ്തു, അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പരിവർത്തനം ചെയ്തു, സാംസ്കാരികമായി പരിവർത്തനം ചെയ്തു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ലണ്ടനിലെ ഗാർഡിയൻ ദിനപത്രം, പക്ഷെ നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടാകും, ഗാർഡിയൻ എന്ന് പറയുന്ന ദിനപത്രം ബ്രിട്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പത്രമാണ്. ഇന്ത്യക്കാരല്ല, BJP-കാരൊന്നും നടത്തുന്ന പത്രമല്ല. നമ്മെ നൂറ്റാണ്ടുകളോളം അടിമത്തത്തിലാക്കിയ ബ്രിട്ടീഷുകാരുടെ പത്രമാണ്. ആ പത്രം എഴുതിയത് 2014 മെയ് മാസം 18-ാം തീയതി, ഇന്നേ ദിവസമാണ് ഇന്ത്യ ആത്യന്തികമായി അടിമത്തത്തിൽ നിന്നും മോചിതമായ ദിവസമെന്നാണ് ഗാർഡിയൻ ദിനപത്രം നരേന്ദ്രമോദിയുടെ അധികാര ഏറ്റെടുക്കലിനെ വിശേഷിപ്പിച്ചു. എന്നിട്ട് അവർ പറയാണ്, കഴിഞ്ഞ 50 വർഷമായി രാജ്യം ഭരിച്ച കോൺഗ്രസ് ഏറെക്കുറെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ തുടർച്ചയായിരുന്നു എന്ന് ഗാർഡിയൻ ദിനപത്രം സമ്മതിച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ, നിങ്ങളൊക്കെ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. ഗാർഡിയൻ ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ ലേഖനം അതായിരുന്നു. നോക്കൂ നിങ്ങൾ. അപ്പൊ ഈ രാജ്യത്തെ കഴിഞ്ഞ 50-60 വർഷമായി ബ്രിട്ടൻ ഭരിച്ച അതേ പാതയിലൂടെ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യക്കാരെ തമ്മിലടിപ്പിച്ചത്, ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയിൽ പട്ടിണി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത്, ബ്രിട്ടീഷുകാരൻ എങ്ങനെയാണ് ഇന്ത്യയിൽ വിവേചനം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത്, ബ്രിട്ടീഷുകാരൻ എങ്ങനെയാണ് ഇന്ത്യയിൽ വികസനം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചത്, അതേ പാതയിലായിരുന്നു 50 വർഷം കോൺഗ്രസ് നമ്മളെ ഭരിച്ചത്. കാരണം അവർ നിരവധി മുദ്രാവാക്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചു. അല്ലെ, ഗരീബി ഹഠാവോ എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു. രാജ്യത്തെ മുഴുവൻ പാവങ്ങളുടെയും പട്ടിണി മാറ്റുന്ന മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെച്ചു. നിങ്ങൾ നോക്കൂ, രാജ്യത്ത് എവിടെ നിന്നെങ്കിലും പട്ടിണിമായോ? ഇന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോ 25 കോടി ജനങ്ങളാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ എത്തിയത്. ചരിത്രത്തിൽ ആദ്യമാണ് ഇതൊക്കെ. നമുക്കറിയാം, രാജ്യത്ത് ലോകത്ത് നടന്ന സംഭവ വികാസങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കൂ. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇന്ന് സാമ്പത്തിക മാന്ദ്യമാണ്. കോവിഡ്, നമുക്കറിയാം, കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും തൊഴിൽ നഷ്ടപ്പെട്ടു. നമുക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ലോകത്തെ ഏക സമ്പദ് വ്യവസ്ഥയാണ് വളർന്നത്, അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് അന്താരാഷ്ട്ര നാണ്യനിധി, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക്, ലോക ബാങ്ക് തുടങ്ങിയ എല്ലാ ഏജൻസികളുടെയും റിപ്പോർട്ട് പ്രകാരം ഭാരതമാണ് ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ. ഇതെങ്ങനെയാണ് സാധിച്ചത്? അവിടെയാണ് BJP-യുടെ മുദ്രാവാക്യം പ്രസക്തമാകുന്നത്. BJP എന്നും മുൻപോട്ടേക്ക് വെച്ചിട്ടുള്ള മുദ്രാവാക്യം അത് പഴയ മുതിർന്ന പ്രവർത്തകരൊക്കെ ഉണ്ട്. 1984 മുതൽ BJP മുൻപോട്ടേക്ക് വെക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യതയും. ഇതാണ് BJP-യുടെ അടിസ്ഥാനപരമായ മുദ്രാവാക്യം. അപ്പൊ നിങ്ങളൊക്കെ നാളെ മുതൽ BJP പ്രവർത്തിച്ചു തുടങ്ങും. നിരവധി ആക്ഷേപങ്ങളൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി BJP-കാരെന്നെ നമ്മളൊക്കെ കേൾക്കുന്നതാണ്. പക്ഷേ BJP-യുടെ അടിസ്ഥാന മുദ്രാവാക്യം അല്ലെങ്കിൽ BJP-യുടെ ആദർശം എന്നുള്ളത് ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യതയും.
കാരണം ഈ രാജ്യത്തെ പൗരന്മാര് അവര് തുല്യരാണ്, അല്ലെ? ഏത് മതമായിക്കൊള്ളട്ടെ, ഏത് ജാതി ആയിക്കൊള്ളട്ടെ, ഇവിടെ മതത്തിന്റെ പേരിലല്ല ആനുകൂല്യം കൊടുക്കേണ്ടത്, ജാതിയുടെ പേരിലല്ല ആനുകൂല്യം കൊടുക്കേണ്ടത്. മറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ ശത്രുക്കൾ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, അജ്ഞതയാണ്. അതാണ് നമ്മുടെ ശത്രുക്കൾ. അല്ലാതെ ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ശത്രുത പുലർത്തേണ്ടവരല്ല, ഹിന്ദുവും ക്രിസ്ത്യാനിയും ശത്രുത പുലർത്തേണ്ടവരല്ല എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ പോരടിക്കേണ്ടത് പട്ടിണിക്കെതിരെയാണ്, തൊഴിലില്ലായ്മയ്ക്കെതിരെയാണ്, അജ്ഞതയ്ക്കെതിരെയാണ്, രോഗങ്ങൾക്കെതിരെയാണ്. അപ്പൊ രാജ്യത്തെ ജനങ്ങളെ എല്ലാവരെയും ഒരുപോലെ കാണാൻ നാളിതുവരെ ഭരിച്ച ഒരു സർക്കാരിനും സാധിച്ചിട്ടുണ്ട്. അത് സാധിച്ചത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിന് മാത്രമാണ്. അതുകൊണ്ടാണ് ഇത് നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ ഒരേ വികാരത്തോടു കൂടി. പലരും നരേന്ദ്രമോദിയെ പുറത്തിറക്കാൻ ആഗ്രഹിക്കുന്നവർ പലതും പറയും. വ്യാജ ആരോപണങ്ങളല്ലാതെ കഴിഞ്ഞ 10 വർഷമായി എന്താണ് നരേന്ദ്രമോദിക്കെതിരെ ഇവർക്ക് പറയാൻ പറ്റിയിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ആരോപണം തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇവര് പറഞ്ഞ ഏതെങ്കിലും കാര്യം സത്യമാണെന്ന് തെളിയിച്ചു? അപ്പൊ അധികാരം കിട്ടാൻ വേണ്ടി എല്ലാവർക്കും പ്രധാനമന്ത്രിയാകണം. നിതീഷ് കുമാറിനാകണം, സോണിയയ്ക്കാകണം, രാഹുലിനാകണം, മല്ലികാർജുന ഖാർഗെയ്ക്കാകണം, മമതാ ബാനർജിക്കാകണം, മായാവതിക്കാകണം, അഖിലേഷ് യാദവിനാകണം, നമ്മുടെ ആം ആദ്മിയുടെ കേജ്രിവാളിനാകണം, എല്ലാവർക്കും പ്രധാനമന്ത്രിയാണ്. അവരതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയ മുന്നണിയാണ്. പക്ഷെ BJP അതിനുവേണ്ടി ഉണ്ടാകും. BJP പറഞ്ഞ അധികാരമല്ല വിഷയം, നമ്മുടെ പ്രശ്നം നമ്മുടെ രാജ്യമാണ്. നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യമാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ പറ്റി ഞാൻ പറയട്ടെ. ഞാൻ പരിവർത്തനം എന്ന വാക്കിന് മുൻപ് പറഞ്ഞ വികസനമാണ്. നമ്മുടെ ദേശീയപാതകളുടെ വികസനം എത്ര കാലമാണ്? ഇപ്പൊ ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ആലപ്പുഴയിൽ ഒരു ബൈപ്പാസ്, അതിന് തറക്കല്ലിട്ടിട്ട് 42 വർഷം. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? 42 വർഷം ഒരു പദ്ധതിക്ക് തറക്കല്ലിട്ടിട്ട് അതിന്റെ മുകളിൽ മറ്റൊരു കല്ല് വെക്കാൻ 42 വർഷം. കൊല്ലത്തൊരു ബൈപ്പാസ് 41 വർഷം. ഇന്ന് നരേന്ദ്രമോദി അത് പൂർത്തിയായി. നോക്ക് നിങ്ങൾ, നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് 7 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു UPA കാലഘട്ടത്തിൽ. അതിൽ 4 പേര് ആലപ്പുഴ ജില്ലക്കാരായിരുന്നു. AK ആന്റണി, വയലാർ രവി, KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്. 4 കേന്ദ്രമന്ത്രിമാർ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. E അഹമ്മദ് ഉണ്ടായിരുന്നു, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉണ്ടായിരുന്നു, ശശി തരൂർ ഉണ്ടായിരുന്നു. 7 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ട് കേരളത്തിൽ എന്താ നടന്നത്? 41 വർഷം കഴിഞ്ഞ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴാണ് ബൈപ്പാസ് യാഥാർത്ഥ്യം. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ആകെ ഉണ്ടായിരുന്ന വിമാനത്താവളങ്ങളുടെ എണ്ണം 67, 74. ഇന്ന് നമ്മുടെ രാജ്യത്ത് 150 വിമാനത്താവളമുണ്ട്. ഒരു 10 വർഷം കൊണ്ട് വീണ്ടും ഒരു 75 എണ്ണം കൂടി നരേന്ദ്രമോദി നിർമ്മിച്ചു. ഇങ്ങനെ എല്ലാ മേഖലകളും നിങ്ങൾ എടുത്തു നോക്കൂ. ദേശീയപാതയുടെ വികസനം ഞാൻ പറഞ്ഞു. നമ്മുടെ റോഡുകളിൽ യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്യും. ലോകത്തിലെ ഏറ്റവും നിലവാരമുള്ള റോഡുകൾ നമ്മൾ നിർമ്മിക്കുന്നു. കഴിഞ്ഞ ആഴ്ച അടൽ സേതു എന്ന് പറയുന്ന ഒരു പാലം, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന് തന്നെ അഭിമാനമായ ഒരു പാലം നിർമ്മിച്ചു. കടലിനടിയിൽ കൂടി തന്നെ പാലം കടന്നുപോകും. ഇന്ന് അയൽ രാജ്യങ്ങളിലേക്ക് ഭാരതം റോഡ് നിർമ്മിക്കുകയാണ്. നമ്മുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ, എക്സ്പ്രസ് ഹൈവേകൾ, മെട്രോകൾ പൂർത്തിയാക്കുന്നു. വന്ദേ ഭാരത് പോലെയുള്ള പുതിയ പുതിയ ട്രെയിനുകൾ വരുന്നു. നോക്കൂ നിങ്ങൾ, നരേന്ദ്രമോദി പറഞ്ഞതൊന്നും പാഴ്വാക്കായിട്ടില്ല. അതുകൊണ്ടാണ് ഹിന്ദിയിലൊരു ചൊല്ല് അവർ പറയും, മോദി ഹേ തോ മുംകിൻ ഹേ, മോദി ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. ഇന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. നരേന്ദ്രമോദി സ്വപ്നം കാണുന്നതൊന്നും പാഴ്ക്കിനാവുകളല്ല. അദ്ദേഹം പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി മാത്രമാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി തറക്കല്ലിട്ട ഒരു പദ്ധതി പോലും എങ്ങും മുടങ്ങി കിടക്കത്തില്ല. ഞാനൊരു കാര്യം 2 കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഗുജറാത്തില് കേട്ടിട്ടുണ്ടാവും നർമ്മദ സരോവർ ഡാം. പണ്ട് വലിയ ബഹളം ഉണ്ടായതാണ്. നമ്മുടെ മേധാപത്രയുടെ നേതൃത്വത്തിൽ വലിയ ലഹള നടത്തിയ സംഭവമാണ് നർമ്മദ സരോവർ ഡാം. ഞാൻ അവിടെ പോയി കണ്ടപ്പോ വലിയ കൗതുകം തോന്നി. കാരണം എന്തറിയോ, അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടിരിക്കുന്ന ഒരു ഫലം കൊണ്ട് എഴുതിയിട്ടുണ്ട്. ആരാണ് അതിന്റെ തറക്കല്ലിട്ടുന്നത്? ജവഹർലാൽ നെഹ്റു. ഇനാഗുറേറ്റഡ് ബൈ നരേന്ദ്രമോദി. ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി തറക്കല്ലിട്ട് ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി വന്നപ്പോൾ. ഇതായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. ഇന്ന് നിങ്ങൾ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി തറക്കല്ലിട്ട പദ്ധതികൾ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഒരു പദ്ധതിയും എവിടെയും മുടങ്ങി കിടക്കുന്നില്ല. കാരണം എന്താ? ഈ രാജ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഭരിക്കുന്നത്. നമ്മുടെ നാടിന് എന്ത് വേണം? അടിസ്ഥാന മേഖല റോഡുകളില്ലാത്ത നമ്മുടെ വലിയ വിഷയമായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ
55% വില്ലേജുകൾ മാത്രമാണ് പരസ്പരം കണക്ടിവിറ്റി ഉണ്ടായിരുന്നത്. ഇന്ന് 100% ഗ്രാമങ്ങളും തമ്മിൽ ബന്ധമുണ്ടായി. നിങ്ങൾ കേൾക്കുന്നില്ലേ? പുതിയ പുതിയ പാലങ്ങൾ വരുമ്പോൾ യാത്രാ സമയം 7 മണിക്കൂറായി ചുരുക്കി, അല്ലെ? 50 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടത് ഇപ്പോ വെറും 10 കിലോമീറ്റർ യാത്ര. ഇങ്ങനെ എല്ലാ മേഖലകളെയും പരസ്പരം ബന്ധിപ്പിച്ചു റോഡ് കൊണ്ട്. രാജ്യത്തെ എല്ലാ മേഖലകളിലേക്കും തീവണ്ടി എത്തി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തീവണ്ടി എത്തുന്നത്. നോക്കൂ, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു തീവണ്ടി അവിടെ എത്തുന്നത്. ആർക്ക് വേണ്ടിയായിരുന്നു തീരുമാനിച്ചത്? വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തീവണ്ടി എത്തി. വിമാനത്താവളങ്ങൾ 7 സംസ്ഥാനങ്ങളാണ് 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വടക്കു കിഴക്കൻ മേഖലയിലുള്ളത്. നിങ്ങൾക്കറിയാം, പുറത്തുള്ളവർക്കറിയാം. ആകെ ഒരു വിമാനത്താവളമാണ് ഉണ്ടായത്. 7 സംസ്ഥാനങ്ങൾക്ക് കൂടി ഒരു വിമാനത്താവളം. ഇന്ന് 7 വിമാനത്താവളം എത്തി അവിടെ. അതോടൊപ്പം തന്നെയാണ് റോഡുകളായി, റെയിലായി, വ്യോമഗതാഗതമായി എല്ലാ മേഖലകളിലും ബന്ധിച്ചു. ഡേറ്റ കണക്ടിവിറ്റി. നിങ്ങളുടെയൊക്കെ മൊബൈലിൽ നിങ്ങൾ ഒരു ദിവസം എത്ര GB ഡേറ്റ ഉപയോഗിക്കുന്നുണ്ടാവും? എന്റെ കണക്കുണ്ട്, അറിയാമോ? നമുക്കറിയില്ല നമ്മൾ എത്ര GB ഡേറ്റ ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട് എന്ന്. വാട്സപ്പിലായി, ഫേസ്ബുക്കായി, യൂട്യൂബായി, ഇൻസ്റ്റാഗ്രാമായി, ട്വിറ്ററായി, എല്ലായിടത്തും നമ്മൾ ഡേറ്റ, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, വീഡിയോ കാണുന്നു, കോമഡി കാണുന്നു, എല്ലാവരും ചെയ്യുന്നു, അല്ലെ? ലോകത്തിലെ ഏറ്റവും ഡേറ്റ നിരക്ക് കുറവുള്ള രാജ്യമാണ് ഭാരതം. എന്തുകൊണ്ടാണ് ഇന്നത് സാധ്യം? ചുമ്മാതെ സാധ്യമായതല്ലോ. അമേരിക്കയിലുള്ളതിനേക്കാളും മിഡിൽ ഈസ്റ്റിൽ ഉള്ള രാജ്യങ്ങളെ, യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും ഏറ്റവും ഡേറ്റ നിരക്ക് കുറവ് നമ്മുടെ രാജ്യത്താണ്. ഇന്ന് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളും ചുരുങ്ങിയത് 4G കണക്ടിവിറ്റി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇന്ന് വീട്ടിലിരുന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കമ്പനികളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡേറ്റ കണക്ടിവിറ്റി നമുക്കുണ്ട്. നിങ്ങളൊക്കെ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നില്ലേ പലരും? എങ്ങനെ സാധ്യമായത്? അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഡേറ്റ കണക്ടിവിറ്റി ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും എത്തിയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള കണക്ടിവിറ്റിയും ഇത് ഇന്ത്യക്കായി. റോഡായി, റെയിലായി, എയറായി, ഡേറ്റയായി, 4 കണക്ടിവിറ്റി കൊണ്ട് ഇന്ത്യ ഇന്ന് വലിയ ഒരു ഹബ്ബായിട്ട് മാറി. അന്താരാഷ്ട്ര ഹബ്ബാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ എല്ലാവരും ഇന്ത്യയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത്. നിങ്ങൾ കണ്ടു, ഏറ്റവും കൂടുതൽ ലോകത്തിൽ നടക്കുന്ന ഡിജിറ്റൽ ഇടപാടുകളിൽ 60% ഇന്ത്യ എന്ന് പറയുന്നത്, 45% ഇന്ത്യ എന്ന് പറയുന്നത് ഒറ്റ രാജ്യത്താണ്. ലോകത്തിലെ എല്ലാ ഡിജിറ്റൽ ഇടപാടുകളും കൂടി നോക്കിയാൽ. കഴിഞ്ഞ ദിവസമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് വന്നു, അല്ലെ? നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കാൻ ഇമാനുവൽ മാക്രോൺ. അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹവും നമ്മുടെ പ്രധാനമന്ത്രിയും കൂടെ രാജസ്ഥാനിലെ ജയ്പൂരിൽ പോയിട്ട് ചായ കുടിച്ചു. നിങ്ങൾ കണ്ടിരുന്നു? ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ചിട്ട് നരേന്ദ്രമോദി അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് UPI ഇടപാടുകളിലൂടെ പണം അയക്കുന്നത്. അദ്ദേഹം അന്തിച്ചു പോയി. ഫ്രാൻസിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഫ്രഞ്ച് പ്രധാനമന്ത്രി കൗതുകത്തോടെ നോക്കണം. നരേന്ദ്രമോദി കാണിച്ചു കൊടുത്തു. രണ്ടുപേരും ചായ കൊടുത്തിട്ട് പ്രധാനമന്ത്രി സ്വന്തം ഫോൺ എടുത്ത് കടക്കാരൻ പണം അയക്കുന്നു. 15 സെക്കൻഡ് കൊണ്ട് കടക്കാരൻ സാക്ഷ്യപ്പെടുത്തി എനിക്ക് പണം കിട്ടിയതായി. നോക്കൂ നിങ്ങൾ, ലോകത്തിലെ രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ് ഇന്ന് ഇന്ത്യയുടെ ഭരണ നൈപുണ്യം. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ആഗോള നേതാവായി ഉയർന്നത്. നരേന്ദ്രമോദിയുടെ സൗഹൃദം കിട്ടാൻ, നരേന്ദ്രമോദിയുടെ പ്രഭാഷണം കേൾക്കാൻ, അദ്ദേഹത്തിന്റെ മാർഗദർശനം കിട്ടാൻ എല്ലാവരും മത്സരിക്കുകയാണ്. അത് അമേരിക്കൻ പ്രസിഡന്റ് ആകട്ടെ, റഷ്യൻ പ്രസിഡന്റ് ആകട്ടെ, ഇസ്രായേൽ പ്രധാനമന്ത്രി ആകട്ടെ, ഫ്രഞ്ച് പ്രസിഡന്റ് ആകട്ടെ, ആരുമാകട്ടെ, ലോകത്തുള്ള എല്ലാ നേതാക്കന്മാർക്കും ഇന്ന് നരേന്ദ്രമോദിയുടെ സൗഹൃദമാണ് വേണ്ടത്. എങ്ങനെയാണ് ഇത് സാധ്യമായത്? അദ്ദേഹം ഈ രാജ്യത്തെ ശരിയായ ദിശയിലേക്ക് നയിച്ചു. ഇന്ത്യ മഹാരാജ്യം എന്നുള്ളത് പാളം തെറ്റി ഓടുന്ന ഒരു തീവണ്ടി പോലെയായി. നരേന്ദ്രമോദി വരേണ്ടി വന്നു അതിനെ യഥാർത്ഥ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ. കഴിഞ്ഞ 60 വർഷമായി പാളം തെറ്റി ഓടിയ ഒരു വാഹനത്തെ നരേന്ദ്രമോദി യഥാർത്ഥ ട്രാക്കിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് നമ്മുടെ രാജ്യം വലിയ വികസനത്തിലേക്ക്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ധാരാളം തൊഴിൽ വായ്പകൾ കിട്ടാൻ വളരെ പെട്ടെന്ന് അനായാസമായ വായ്പകൾ കിട്ടുന്നു. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ വരുന്നു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് അത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ വരികയാണ്. ലോകത്തിലെ വൻകിട കമ്പനികൾ, നമ്മുടെ രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ കയറ്റുമതി ചെയ്യുന്നത്. നിങ്ങൾക്കറിയുമോ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു നമ്മുടേത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹാൻഡ്സെറ്റുകൾ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു. നമ്മൾ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യും. ഇങ്ങനെ എല്ലാ മേഖലകളിലും കർഷകരുടെ വരുമാനം ഇരട്ടിയായി. പ്രധാനമന്ത്രി പറഞ്ഞ ആദ്യ വാഗ്ദാനം അതായിരുന്നു, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. ഇരട്ടിയായി. താങ്ങുവിലകൾ ഇരട്ടിയായി. കർഷകർക്ക് എല്ലാ വർഷവും 6000 രൂപ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്നു. സ്ത്രീ സുരക്ഷ, കഴിഞ്ഞ റിപ്പബ്ലിക് ഡേ കണ്ടില്ലേ? ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതകളുടെ കണ്ടിൻജന്റ് റിപ്പബ്ലിക് ഡേയിൽ മാർച്ച് ചെയ്തു. ആദ്യമായിട്ടാണ് ഇതൊക്കെ. വനിതകൾക്ക് ആദ്യമായി
നമ്മളുടെ സേനകളിൽ ഓഫീസർമാരാകാൻ അവസരം കൊടുത്തു. ഇങ്ങനെ 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 സമസ്ത മേഖലകളിലും രാജ്യത്തെ പരിവർത്തനം ചെയ്ത ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയുടെ ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് BJP അല്ലാതെ മറ്റൊരു ചോയ്സ്. കാരണം BJP മാത്രമാണ് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവസാന വരിയിൽ നിൽക്കുന്ന അവസാന ആളിലേക്ക് എത്തുന്ന വികസനം, ആരോടുമില്ല പീഡനം, എല്ലാവർക്കും തുല്യനീതി. ഇതാണ് BJPയുടെ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം നിങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് തീർച്ചയായും നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ വോക്കൽ ഫോർ ലോക്കൽ, എല്ലാവരും നമ്മുടെ നാടിനെ പറ്റി സംസാരിക്കണം, BJPക്ക് സംസാരിക്കണം. നിങ്ങൾ എല്ലാവരും നരേന്ദ്രമോദിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഈ വികസന സങ്കല്പം എന്താണ് BJP മുൻപോട്ടേക്ക് വെക്കുന്നത്, രാഷ്ട്രത്തെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പം, നമുക്ക് രാജ്യമാദ്യം, അതാണ് നമ്മുടെ മുദ്രാവാക്യം, നേഷൻ ഫസ്റ്റ്. അതിനുശേഷമേ ഉള്ളൂ എല്ലാം. അല്ലാതെ അധികാരത്തിന് വേണ്ടിയിട്ടല്ല BJP രാഷ്ട്രീയം കളിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മാറ്റം തൃശ്ശൂരിലും ഉണ്ടാകും. ഇത് നമുക്ക് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമ്പോൾ തീർച്ചയായും ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി തന്നെ നമുക്ക് തൃശ്ശൂരിൽ നിന്നുണ്ടാകും. അതിനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഇന്ന് നിലവിലുണ്ട്. അതിന് നിങ്ങളുടെ കടന്നുവരവോടുകൂടി വലിയ ആത്മവിശ്വാസമാണ് നമുക്ക് കൂടുന്നത്. അതിന് ഇരട്ടി കരുത്തുണ്ടാകും. കാര്യം നരേന്ദ്രമോദി എപ്പോഴും പറയാറുണ്ട്, സ്ത്രീകളാണ് എന്റെ കരുത്ത് എന്ന്. അമ്മമാരും പെൺകുട്ടികളുമാണ് നരേന്ദ്രമോദിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ തൃശ്ശൂരിൽ നിന്നും ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്ന അസാധ്യമായതൊന്നുമല്ല. നമുക്കറിയാം നമ്മുടെ വോട്ടിനുണ്ടായ വർദ്ധനവ് എത്രമാത്രമുണ്ട്. ഈ എത്ര കൂടി കിട്ടിയാൽ നമ്മൾ ജയിക്കുമെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വരവോടുകൂടി തൃശ്ശൂരിൽ നിന്ന് ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ. നിങ്ങൾ വോട്ട് ചെയ്ത MP-മാരൊക്കെ നേരത്തെ ജയിച്ചിട്ടുണ്ടാവും അല്ലെ? നേരത്തെ പാർട്ടിയിലൊക്കെ ആയപ്പോ നിങ്ങളൊക്കെ വോട്ട് ചെയ്ത MP-മാര് ജയിച്ചിട്ടില്ലേ? ഉണ്ടോ? നിങ്ങൾ വോട്ട് ചെയ്ത MP-മാര് ജയിച്ചിട്ടുണ്ടോ? ആ കൈപുണ്യമാണ് നമുക്ക് പറയുന്നത്. നിങ്ങൾ ഇനിയും നിങ്ങൾ വോട്ട് ചെയ്യുന്ന MP തന്നെ ഇവിടെ നിന്ന് ജയിക്കണം. താമര ചിഹ്നത്തിൽ നമുക്കൊരു കേന്ദ്ര മന്ത്രി ഉണ്ടാകട്ടെ. അതിന് എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്, നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് ദേശീയതയുടെ വക്താക്കളായി ഈ രാജ്യത്തിന്റെ കരുത്തുറ്റ നേതാക്കന്മാരായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. അടുത്തതായിട്ട് നിങ്ങളെല്ലാവരെയും ക്ഷാമഗീതത്തിൽ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനായ സന്ദീപ് ബജസ്പതിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പേരും വിവരങ്ങളും വായിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും പേര് വിളിക്കാണ്. സുധാ ഗോവിന്ദൻ, കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ സെക്രട്ടറി. ഗിരീഷ് MV, അഞ്ജന AM, ജലജ, ബിന്ദു രാമചന്ദ്രൻ, വനജ വത്സൻ, രമേശ്, ആയിഷ്, സഞ്ജു, ഷൈനേഷ്, CPM-ൽ നിന്നും അനിത പുരുഷോത്തമൻ,
CPM-ൽ നിന്നും പുരുഷോത്തമൻ, ഷീബ അശോകൻ, കേരള കോൺഗ്രസ് വനിതാ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി. സുജ സിജീഷ്, ശോഭ അനന്തൻ, ബേബി സുധ, മേഘന മുരളി, CPM-ൽ നിന്നും സിമി കിഷോർ, രമണി, ബിന്ദു, ഹരീന്ദ്രവർമ്മ, ഇല്ല, ഓക്കെ, അഭിഷേക്, വിഷ്ണു, ദീപ സുനിൽ, ഇമ്രാൻ, കാർത്തിക, ഓക്കെ, 25.